ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ. കേരളത്തിലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കോഴ്സാണ് ആർക്കിടെക്ചർ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് മെഡിസിൻ ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കുമായി നമ്മൾ കേരള എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിസിൻ എന്ന് പറയുന്ന കീം എന്ന് പറയുന്ന ഒരു എക്സാം, ആ എക്സാം എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന്, അതുപോലെ തന്നെ കീം എന്ന് പറയുന്ന പരീക്ഷയുടെ രീതി എന്താണ്, മൂന്നാമതായിട്ട് കീം എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ CEE എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് കീമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കീമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ കീമിൻ്റെ സാധാരണയായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജൂൺ 1 തൊട്ടിട്ടുള്ള ടൈം പീരീഡിലാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളുടെ ഒരു ബോർഡ് എക്സാം, സാധാരണ മാർച്ച് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും ജൂൺ മാസത്തിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം നിങ്ങളോട് പറയാണ്, ഈസ് ഇറ്റ് കമ്പൽസറി ടു ഡു ഓൾ ദ സ്റ്റെപ്പ് മെൻഷൻഡ് വൈൽ അപ്ലൈയിങ് ദ പ്രോസസ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഫിൽ ചെയ്യുന്ന സമയത്ത് ഇത് മാൻഡേറ്ററി ആയിട്ട് എല്ലാ കോളംസും നമ്മൾ ഫിൽ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാധാരണ ചില എൻട്രൻസ് എക്സാമുകൾക്ക് നമ്മൾ എല്ലാ കോളംസും ഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. ചിലതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആസ്ട്രിക് മാർക്കോട് കൂടി മാൻഡേറ്ററി എന്നുള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാൻഡേറ്ററി എന്നുള്ള വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ഫിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് വെർഷനിലുള്ള ഒന്നല്ലെങ്കിൽ ഫയർഫോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്റർനെറ്റ് എക്സ്പ്ലോററോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു തരത്തിലുള്ള ബ്രൗസേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ്, അതായത് അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റേജ് വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ഗൂഗിൾ ക്രോം തന്നെയാണ് അഡ്വൈസബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യമാണ്, ഏതൊക്കെ കോഴ്സുകളാണ് കീം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ എക്സാം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്നാണ്. നമ്മൾ എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിസിൻ വരുമ്പോൾ MBBS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അതുപോലെ ഡെന്റൽ BDS, എഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് ആൻഡ് ഫാർമസി. ഇത്രയും നമുക്ക് കോഴ്സസ് ആണ് കീം എന്ന് പറയുന്ന പരീക്ഷയുടെ പോർട്ടലിൽ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. പലപ്പോഴും കുട്ടികളുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട്, കീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഫാർമസിയിലേക്ക് പോകണം. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനിലുള്ള ഫാർമസി കോഴ്സ്, അതുപോലെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ്, COE എന്ന് പറയും അല്ലെ. അപ്പൊ ആ പറയുന്ന എന്താണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ കീഴിലാണ്, COEയുടെ കീഴിലാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന പഠനം വരുന്നത്. അതുപോലെ തന്നെ MBBS ആയാലും സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ഇവയ്ക്കെല്ലാം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കേരളത്തിൽ
നമ്മളൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ ഈവൻ നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കീം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യണം. അത് നിർബന്ധമാണ്. അടുത്തതായിട്ട് എഞ്ചിനീയറിംഗിലെ നമ്മളെ കോഴ്സുകളിനെ നമ്മൾ പറയുന്നത് ബിടെക് കോഴ്സുകളായിട്ടാണ് പറയുന്നത്. ഇത് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിടെക് എന്നല്ല BE എന്നാണ് പറയുക, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്. കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് ടെക്നോളജി ആണ്. പല തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമ്മൾ EEE എന്ന് പറയും. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ECE എന്ന് പറയും. സിവിൽ എഞ്ചിനീയറിംഗ് അഥവാ CE എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എഞ്ചിനീയറിംഗ്, ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നിരവധി കോഴ്സുകളുണ്ട്. ഈവൻ റയർ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. പോളിമർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സുകൾ. അതുപോലെ നമുക്കറിയാം കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന റീജിയനിലേക്ക് നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കോഴ്സുകൾ ബിടെക്കിന്റെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫുഡ് ടെക്നോളജി, അതുപോലെ ഡയറി ടെക്നോളജി, അത്തരത്തിലുള്ള കോഴ്സുകളും ഇന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളായിട്ടാണ് പറയുന്നത്. അതേപോലെ സമാന്തരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട് അല്ലേ. നമുക്കറിയാം BArch എന്ന് പറയുന്ന ഒരു കോഴ്സ് 5 കൊല്ലത്തെ കോഴ്സാണ്. ആർക്കിടെക്റ്റിന്റെ ഒരു സൈൻ ഇല്ലാതെ നമുക്കൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാലഘട്ടത്തിൽ COA അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് അതിന് ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. മൂന്നാമത്തെ ഭാഗമാണ് മെഡിക്കൽ കോഴ്സുകൾ. നമുക്കറിയാം MBBS എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ഡെന്റൽ, BDS എന്ന് പറയുന്ന പല കോഴ്സുകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇത് മാത്രമല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെറ്റിനറി കോഴ്സ്. വെറ്റിനറി കോഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ന് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് വെറ്റിനറി കോളേജിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെന്റ് സെക്ടറിൽ ജോബ് ഉണ്ട്. ഇന്ന് പക്ഷേയുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റിനറി കോളേജുകളിലെ സീറ്റുകൾ വളരെ കുറവായ കാരണം കൊണ്ട് കുട്ടികൾക്ക് 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപയെല്ലാം കൊടുത്ത് അവര് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സാഹചര്യം വരാണ്. ഈവൻ ദോ അവര് നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കുകയാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചു നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ജോലി വെറ്റിനറി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസക്തി. അപ്പൊ എഞ്ചിനീയറിംഗിന് നമ്മൾ ഒരു മാനേജ്മെന്റ് സീറ്റ് 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നത് പോലെയല്ല, വെറ്റിനറി പഠിക്കുമ്പോൾ നമുക്ക് 40 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ ഇന്ന് ഒരു മാനേജ്മെന്റ് സീറ്റിന് വില വരുന്ന ഒരു കോഴ്സാണ് എന്നുള്ളതാണ് വെറ്റിനറി കോഴ്സിന്റെ ഒരു പ്രത്യേകത. അതേപോലെ ഫിഷറീസ് എന്ന് പറയുന്ന കോഴ്സ് നമുക്കറിയാം കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പറയാം. കുഫോസ് എന്നാണ് നമ്മൾ പറയാം. കൊച്ചിയിലാണ് നമുക്ക് ആ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ ഫിഷറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷനോഗ്രഫിയിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ അത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഹയർ ആയിട്ടുള്ള തൊഴിൽ സാധ്യതകളെല്ലാം തന്നെയുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന BFSC, ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് എന്നാണ് പറയുന്നത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോഴ്സ് 4 വർഷത്തെ BPharm എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ഫാർമസി. ഇന്ന് ഞാൻ ഓർക്കാണ് കോവിഡിന്റെ സമയത്ത് ഒരു കുട്ടി ഓൺലൈനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാറേ, കോവിഡൊക്കെയാണ്, ഇനിയും ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ലോക്ക്ഡൗൺ ഒക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജോബ് അത് ഏതാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ഒരു ലോക്ക്ഡൗൺ വന്നാലും മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന ഫാർമസി എന്ന് പറയുന്നത് കെമിസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് നന്നായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ബിഫാം എന്ന് പറയുന്ന 4 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ ആയിട്ട് എംഫാം എന്ന് പറഞ്ഞിട്ടുള്ള മാസ്റ്റർ ഓഫ് ഫാർമസി കോഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന കീമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുതിയ ആഡ് ഓൺ കോഴ്സുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒന്നാമത്തെ കോഴ്സിന്റെ പേര് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. നമുക്കറിയാം ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പൊ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഈ അഗ്രികൾച്ചറിന്റെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാങ്കിങ് മേഖലയിൽ പോലും നമുക്ക് കാർഷിക ലോൺ അപ്ലൈ ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ അത് പാസ്സാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാൾക്കാണ് പറ്റുള്ളൂ. അതേപോലെ വേറൊരു കോഴ്സാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ്. ഇപ്പം അറിയാം, നമുക്ക് പലപ്പോഴും ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ സൗത്ത് ഭാഗം തിരുനെൽവേലി തൊട്ട് കന്യാകുമാരി വരുന്ന ഭാഗം മുഴുവൻ വെള്ളത്തിന്റെ അടിയിൽ പോയി അത്രയധികം നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുകയാണ്. ക്ലൈമറ്റിന്റെ ഒരു വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അല്ലെങ്കിൽ ഇനി നമുക്ക് ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഡാമുകളെ കുറിച്ച് മാത്രമുള്ള സ്റ്റഡീസ് ഒക്കെയാണ് പല യൂണിവേഴ്സിറ്റികളിൽ വരുന്നത്. അതുപോലെ വേറെ പുതിയ കോഴ്സാണ് ഈ പറയുന്ന ബിടെക് ആയിട്ടുള്ള ബയോടെക്നോളജിയുടെ കോഴ്സ്. ഓൾറെഡി ഉണ്ടായിരുന്ന കോഴ്സാണ്, പക്ഷെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ബയോടെക്നോളജിയുടെ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ കാറ്റഗറൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാറ്റഗറൈസേഷൻ എന്ന് പറയുമ്പോൾ ജനറലി നമുക്കറിയാം, നമുക്ക് ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള ഒരു സീറ്റാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിലൂടെ തന്നെ കടന്നു പോവുകയും ആ എക്സാം കടന്നു പോവുക എന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ സ്റ്റേജ് 1 തൊട്ട് സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറയുന്ന പല റൗണ്ടിലുള്ള നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ആ പ്രക്രിയയിലൂടെ കടന്നുപോയി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സീറ്റ് കിട്ടുകയും അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക അഥവാ ടോപ്പപ്പ് ചെയ്യുന്ന പോലെ മുന്നോട്ട് നമ്മൾ ഓരോ റൗണ്ടിൽ നിന്നും കയറി പോയി നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിസൈഡ് കോഴ്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോ കോഴ്സുകളെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ MBBS പോലെയുള്ള കോഴ്സുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 കൊല്ലവും അതുപോലെ തന്നെ അതിന്റെ ഹൗസ് സർജൻസിയും കൂടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5.5 കൊല്ലത്തോളം ടൈം പീരീഡ് എടുക്കുന്നതാണ്. അതേപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അഥവാ BSc ഹോണേഴ്സ് ആണ് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണേഴ്സ് കോഴ്സുകൾക്കും നമ്മൾ 4 വർഷത്തെ കോഴ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വെറ്റിനറി ആണെങ്കിൽ 4.5 വർഷവും എഞ്ചിനീയറിംഗ് 8 സെമസ്റ്റർ അടങ്ങിയിട്ടുള്ള 4 വർഷത്തെ കോഴ്സ്, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് 10 സെമസ്റ്ററിലുള്ള 5 വർഷത്തെ കോഴ്സും, അതുപോലെ ഫാർമസി എന്ന് പറയുന്നത് നമുക്ക് 4 വർഷത്തെ കോഴ്സുമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ അവർ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന സെമിനാറുകൾ, പ്രൊജക്റ്റുകൾ, അങ്ങനെ കോഴ്സ് വർക്കുകൾ, ഡിസേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തിയറിയും ലാബിൻ്റെ ഒപ്പം തന്നെയുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അവാർഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. റിസർവേഷൻ സീറ്റുകളെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പലതരത്തിലുള്ള റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമുക്കറിയാം SC ST വിഭാഗമുണ്ട്, OBC വിഭാഗമുണ്ട്. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ റിസർവേഷൻ ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ചേഞ്ചസ് ഇവിടെ നമുക്ക് ആ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. മാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തെ വാലിഡിറ്റി ഉള്ള ഒരു ഡോക്ടറിന്റെ ഡോക്യുമെന്റ് ആണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇതുപോലെ തന്നെ റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടയുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ സൈഡ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു കോട്ടയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കോട്ടകളിലും നമുക്ക് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ന് അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കാം.
അപ്പൊ മാത്രമല്ല ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് MBBSന്റെ ഒരു സീറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആയുർവേദ കോഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കുക. 4 വർഷത്തെ ഒരു ആയുർവേദ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കീ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MBBSലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കുറെ മെത്തേഡുകളാണ് അവര് ഇപ്പോൾ ഉള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഓരോ കോഴ്സുകൾ നമുക്കറിയാം. BHMS എന്ന് പറയുന്ന കോഴ്സ്, അതായത് ഹോമിയോപ്പതി എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഡോക്ടർ എന്നുള്ള ഒരു പേരിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് കോഴ്സ് ആയാലും MBBS ആയാലും BHMS എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്, അതുപോലെ BUMS എന്ന് പറയുന്നത് യുനാനിയാണ്, BAMS എന്ന് പറയുന്നത് ആയുർവേദ കോഴ്സാണ്, BSMS എന്ന് പറയുന്നത് സിദ്ധ കോഴ്സാണ്. ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും ഇന്ന് നമുക്ക് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മള് ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ ആണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് NSSന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള കുട്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കെല്ലാം തന്നെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധ്യമാണ്. അപ്പൊ ഇത് നമ്മള് സെക്രട്ടറി കേരള സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം. അപ്പൊ എന്തുണ്ടാവുന്നു, സ്പോർട്സ് കോട്ട എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ PT എന്ന് പറയുന്ന ആ ഒരു കോട്ടയിലേക്ക് നിങ്ങൾ പോകാൻ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുമുള്ള ഒരു നിങ്ങൾക്ക് സീറ്റ് റിലാക്സേഷൻ ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് NCC കോട്ട എന്ന് പറയുന്നത്. അപ്പൊ അഡീഷണൽ ഡയറക്ടർ ജനറലിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾ നാഷണൽ കാഡറ്റ് ആൻഡ് ക്രോപ്സിൽ നിങ്ങൾക്ക് അംഗത്വമുണ്ട്, അതിൽ നിന്നൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്കീം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് ഇത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, പെർമനന്റ് ഡിസബിലിറ്റി ആവാം അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റി ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോട്ട സിസ്റ്റത്തില് അവരെയും ഇൻക്ലൂസീവ് ആയിട്ടാണ് ഒരു സിസ്റ്റം കീം എന്ന് പറയുന്ന ഒരു എക്സാം അവര് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ പറയുന്ന SC ST സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ ചില ആളുകൾ എന്തുണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അത് ഫാൾസ് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു പക്ഷേ ഒരു പാരൻസിന് ആ ഒരു ഗണത്തിൽ പെടുന്നു എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നെക്സ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ അവർക്ക് അതിന്റെ അംഗീകാരം ചിലപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള ചില കേസുകൾ വരുന്നുണ്ട്. OBC കാറ്റഗറി, SC ST കാറ്റഗറിയിലൊക്കെയും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഫോൾസ് സർട്ടിഫിക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള പെനാലിറ്റീസ് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലവൻറ്റ് സർട്ടിഫിക്കറ്റിൽ വരുന്നത് നിങ്ങളുടെ സീനിയർ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് കേരളത്തിലാണോ, അതുപോലെ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്കായിട്ട് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊരു ജനറൽ കാറ്റഗറി, SC ST കാറ്റഗറി അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെയും ഫീസ്, കീമിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് തുക എത്രയാണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് വരുമ്പോൾ 700 രൂപയും അതുപോലെ തന്നെ നമുക്ക് SC ST കാറ്റഗറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 റുപ്പീസുമാണ് അവർക്ക് വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഡ് എടുത്ത് അയക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസപ്പെട്ട പണിയായിരുന്നു. ഇപ്പൊ എല്ലാം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ എന്തായി, UPI പേയ്മെന്റോടുകൂടി അപ്പൊ തന്നെ നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനായിട്ട് ഇപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് അവൈലബിലിറ്റി ഓഫ് സ്കീം അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ
ജൂൺ 2000 തൊട്ട് ജൂൺ 21 വരെ. അപ്പോൾ 1-ാം തീയതി തൊട്ട് ജൂൺ 21-ാം തീയതി വരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 30-ാം തീയതിയാണ്. അപ്പൊ എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളത് പിന്നീട് അറിയിക്കും. അതുപോലെ തന്നെ ഫോട്ടോ, സൈൻ അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് വരും. അതുപോലെ വെരിഫൈഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം വരും. എക്സാമിനേഷൻ സെന്റർ എവിടെയാണ് എന്ന് പറയും. അതുപോലെ ടീമിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരും. അതുപോലെ നിങ്ങൾക്ക് ആ പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സും അതുപോലെ കെമിസ്ട്രിയും ആണ്. അത് മോർണിംഗ് സെഷനിലാണ് ഉണ്ടാവുക. അതുപോലെ ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾക്ക് മാത്സിന്റെ പേപ്പർ ഉണ്ടാവും. ഇത്തരം പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കി പരീക്ഷ എഴുതണം. കാരണം നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഒരു MBBS കാൻഡിഡേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ അതിന് കുറെ മാനദണ്ഡങ്ങളിൽ ഒന്നതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫാർമസി ആണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പർ നിങ്ങൾക്ക് എഴുതിയാൽ മതി. എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ് ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന ആ PCM കോമ്പിനേഷൻ നിങ്ങൾക്ക് വരും. ക്ലിയർ ആണോ? അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇതിന്റെ പെർസെൻറ്റേജ് ബ്രേക്കപ്പ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഴവ കാറ്റഗറിയാണ് EZ എന്ന് പറയുന്നത്. അതേപോലെ മുസ്ലിം കാറ്റഗറി ഉണ്ട് MU എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ബാക്ക്വേർഡ് ഹിന്ദുസ് എന്ന് പറയുമ്പോൾ BH എന്നാണ് നമ്മൾ പറയാം. BH എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു എന്നാണ് പറയാ. അതുപോലെ LA എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ DB എന്ന് പറയുന്നത് ധീവര കാറ്റഗറി. അതുപോലെ VK എന്ന് പറയുന്നത് വിശ്വകർമ്മ കാറ്റഗറി. KN എന്ന് പറയുന്നത് കുശവൻ കാറ്റഗറി. അതുപോലെ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിനെ BX എന്നും, അതുപോലെ കുടുംബി എന്ന് പറയുന്നവർക്ക് KU എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇതല്ലാതെ നമുക്ക് എന്തുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഇതിലെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം തന്നെ റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു ഭാഗമാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഫീസ് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈമാണ്. നാലാമത്തത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ലാസ്റ്റ് വൺ നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുക, കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെയാണ് നമ്മൾ ഈ കീമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കടന്നു പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഇതുപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ഒരു പ്ലേസ് വരാം. അപ്പൊ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ആദ്യം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പല കുട്ടികളും ഒരു 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് 4 5 ഡിജിറ്റ് ആണ് സാധാരണ യൂസ് ചെയ്യുക. ഇവിടെ 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, അതിൽ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, നമ്പർ ന്യൂമറിക്കൽസ് ഉണ്ടാവണം, അതുപോലെ നമുക്കൊരു സ്പെഷ്യൽ ക്യാരക്ടറും ഉള്ള ഒരു 8 ഡിജിറ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മളുടെ നെയിം, എഡ്യൂക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഫോൺ നമ്പർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ആ ഫോൺ നമ്പറിലാണ് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആ ഫോൺ നമ്പർ എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന കുട്ടി ആരാണ് ആ കുട്ടിയുടെ നമ്പർ കൊടുക്കുക. അല്ലാതെ പാരന്റ്സിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പാരന്റ് അത് ചിലപ്പോൾ നോക്കാതെ പോവുകയോ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പിന്നെ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് കുട്ടികളാണെങ്കിൽ മൊബൈൽ ഫോൺ എപ്പോഴും കയ്യിൽ എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഏറ്റവും നമ്മൾ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ നമ്പർ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞു, നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഇതുപോലെ വരും. ഈ കേസിൽ 1109 എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് കോട്ട ഉണ്ടോ, അഗ്രികൾച്ചർ NCC കോട്ട, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്ട കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അതിലും നിങ്ങൾക്ക് ഏതിലെങ്കിലും നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു NCC കോട്ട നിങ്ങൾ അപ്ലിക്കബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. അപ്പൊ ഇനിയുള്ള ഒരു കാര്യം ഫോട്ടോഗ്രാഫാണ്. കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിൽക്കുക, അങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും നമുക്ക് ഇവിടെ അവർ തരില്ല. അവരത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഗ്ലാസ് ഇല്ലാത്ത രീതിയിൽ, തൊപ്പി ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള ഒരു ഫോട്ടോ നമ്മൾ എടുക്കുക. ഇമേജ് എന്ന് പറയുന്നത് 150 പിക്സലാണ് അവർ പറയുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 150 പിക്സലിലുള്ള ഒന്ന് 15 KB തൊട്ട് 30 KB വരെ. 30 KB എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഇതിൽ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ആണ് അടുത്ത ഒരു സെക്ഷൻ. കുട്ടിയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 150 പിക്സലില് 10 KB തൊട്ട് 30 KB വരെയുള്ള ഒരു സൈസ് ഡയമെൻഷനിലാണ് അവര് നമ്മുടെ ഈ ഫോട്ടോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒപ്പിടുന്ന ടൈം പീരീഡിലായാലും നമ്മളൊരു ചെറിയൊരു ഒപ്പൊക്കെ ഇട്ട് അത് സ്കാൻ ചെയ്ത് ഭംഗിയായിട്ട് 10 KB തൊട്ട് 30 KB വരെ ഇമേജ് കംപ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യും കേട്ടോ. അതുപോലെ ഇംപ്രഷൻ, തമ്പ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഇങ്ക് പാഡിൽ നമ്മൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇടത്തെ കൈയുടെ തമ്പ് ഇംപ്രഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നേരെ പറഞ്ഞ ചില ആൾക്കാർ നമ്മൾ തമ്പ് എന്ന് പറയുമ്പോൾ റൈറ്റ് തമ്പ് എടുത്ത് ഇംപ്രഷൻ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ 150 പിക്സൽ തന്നെയാണ് ഇവിടെയും വേണ്ടത്. അതുപോലെ 30 KB വരെയുള്ള ഒരു ഫയൽ മാത്രമാണ് അവർ സ്വീകരിക്കുകയുള്ളൂ. ഫൈനലായിട്ട് നമുക്ക് ഉള്ള ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ആ ഒരു പ്രൊസീജിയർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ കീം എന്ന് പറയുന്നതിന്റെ രജിസ്ട്രേഷൻ പ്രക്രിയയാണ് ഇതുവരെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കീം എക്സാം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ അതിന്റെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയറും എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാണ്, ഞാൻ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച് അതിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MTech പഠിച്ച് അതിൻ്റെ തന്നെ PhD കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എഞ്ചിനീയറിംഗിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് പ്രൊഫഷണലിസമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിലും 8 പേപ്പറുകൾ, അതിൻ്റെ ഒരു 2 ലാബ് എക്സാംസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഒരു വളരെ സ്പീഡായിട്ടുള്ള ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളും. നല്ല രീതിയിൽ പഠിക്കുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.